ഹായ് ഗൈസ്, ഞാനേ എൻ്റെ തലമുടിയുടെ ഇടയ്ക്കൊക്കെ ഒരു വെള്ള നരയുണ്ട് കേട്ടോ. അപ്പോൾ 10-45 വയസ്സാവുമ്പോൾ എല്ലാവർക്കിടെയും തലയ്ക്കകത്തൊക്കെ കാണുന്ന ഒരു സാധനമാണ് ഇത്. അപ്പം ഇങ്ങനെ തലമുടിയുടെ ഇടയ്ക്കൊക്കെ അങ്ങുഞ്ഞൊക്കെ ഒരു വെളുപ്പൊക്കെ നര വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഡൈ മേടിച്ച് അടിക്കരുത് നിങ്ങൾ കേട്ടോ. ഡൈ കടയിൽ നിന്നുള്ള ഡൈ മേടിച്ച് അടിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ നല്ല ഒന്നാന്തര മൈലാഞ്ചി ഉണക്കി പൊടിച്ച് വെക്കാം, അല്ലെങ്കിൽ പച്ച മൈലാഞ്ചി പറിച്ചിട്ട് അത് അരയ്ക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ചുമന്ന തുളസിയില കൂടി അതിൻ്റെ കൂട്ടത്തിൽ അരയ്ക്കുക കേട്ടോ. അരച്ച് നല്ല കട്ടിക്ക് ഉരുട്ടി അങ്ങ് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ഇത്തിരി ഒരു 1.5 സ്പൂൺ തേയിലയും 1 സ്പൂൺ കാപ്പിപ്പൊടിയും ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. വറ്റാറാകുമ്പോൾ ചെറിയൊരു ബീറ്റ്റൂട്ടും കൂടെ അതിൻ്റെ കൂടെ അരച്ച് ചേർത്തുള്ളൂ കേട്ടോ. അതും കൂടെ ഒന്ന് തിളച്ച് വറ്റിച്ച് കുറുകുറാന്നാവുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ചേർത്ത് അരച്ചല്ലേ, മൈലാഞ്ചിയും നമ്മുടെ തുളസിയിലയും കൂടെ. അപ്പം അതുകൊണ്ട് ഇച്ചിരി വെള്ളം കുറച്ച് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അത് നല്ലതുപോലെ ആറിക്കഴിയുമ്പം അതിൻ്റെ ആ നീര്, ബീറ്റ്റൂട്ടിൻ്റെയും തേയിലയുടെയും കാപ്പിപ്പൊടിയുടെയും നീര് ഈ ഒരു മൈലാഞ്ചി അരച്ച കൂട്ടിനകത്തോട്ട് മൈലാഞ്ചിയും ചുമന്നുളസിയും കൂടെ അരച്ച് വെച്ചേക്കാണ് കേട്ടോ. നല്ലതുപോലെ ഒന്ന് ഞെക്കി പിഴിഞ്ഞെടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി ഇഞ്ഞെടുക്കുക കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ മൈലാഞ്ചി പൊടി തന്നെയാണ് കേട്ടോ. പൊടിക്കകത്ത് ഞാൻ ഇന്നലെ കൂട്ടി വെച്ചിരുന്നതാണ്. ഇന്നലെ കൂട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പം ഇന്നലെ തേക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തലേന്ന് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അവധി ആയതുകൊണ്ട് ഇന്ന് തേച്ചിട്ടൊക്കെ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പം എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഈ ഡൈ ഒക്കെ മേടിച്ചിരിക്കുമ്പോൾ ചിലർക്ക് തലവേദന അല്ലെങ്കിൽ തലയ്ക്കകത്ത് ചൊറിച്ചിലും ഒക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം ഈ ഒരു ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഈ ഒരു കൂട്ട് തേച്ച് കഴിയുമ്പോൾ നല്ലൊരു സിൽക്ക് കളറാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്കുള്ള നരയല്ല നര. അപ്പോൾ ഒരു സ്വർണ്ണ കളറാണ് ഇടയ്ക്കിടയ്ക്കുള്ള മുടിക്ക്. മിക്കവാറും പേർക്കും അതാണ് ഇഷ്ടം, അല്ലെ കറുപ്പിനെക്കാട്ടിയും ഒരു സ്വർണ്ണ കളറായ മുടി കിടക്കുന്നതാണ് ഇഷ്ടം. എനിക്കതാണ് ഇഷ്ടം കേട്ടോ. ഞാൻ 1 വർഷം കൊണ്ട് കണ്ടിന്യൂ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണിത്. അപ്പം ഞാൻ ഏകദേശം 3-4 മാസം കൂടുമ്പോഴാണ് ഇത് തേക്കുന്നത്. യാതൊരു വിധമായ കുഴപ്പമില്ല, തലയ്ക്കകത്ത് വേദനയില്ല, ഒന്നുമില്ല, നല്ല തണുപ്പാണ്. അപ്പം എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റിയ, നമ്മുടെ വീട്ടിലെ തുച്ഛമായ വരുമാനത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ഡൈ എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഡൈ എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല. നമ്മൾ ഹെന്ന എല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മിക്സ്ഡ് ആണ് ഇത് കേട്ടോ. അപ്പം ഇതിന് യാതൊരു പാർശ്വഫലങ്ങളുമില്ല. നിങ്ങൾ എല്ലാവരും ഒന്ന് പരീക്ഷിക്കുക. എന്നിട്ട് അരച്ച് വെച്ചതിന് ശേഷം, അയ്യോ ചേട്ടൻ്റെ ബ്രഷാണോ എന്തോ, ഇന്ന് പൊങ്കാല ഇടുമോ എന്തോ തന്നെ, എന്തായാലും എനിക്ക് കിട്ടിയ ബ്രഷ് എന്തായാലും ഞാൻ തേക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നലെ ഇരിക്കുന്നതുകൊണ്ട് നല്ലൊരു തണുപ്പുണ്ട്, ഫ്രിഡ്ജ് വെച്ചേക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഏതാണ്ട് ഇച്ചിരിയൊക്കെ നരച്ചിട്ടുള്ളൂ. അപ്പം എന്നാലും എനിക്കിഷ്ടമാണ് ചുമന്ന കളർ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ചുമപ്പ് മുടിക്കകത്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യും കേട്ടോ. അപ്പം നിങ്ങളും ഇത് ഒന്ന് പരീക്ഷിക്കുക, അടിപൊളിയാണ്, യാതൊരു സംശയവും വേണ്ട. ഇത് മൈലാഞ്ചി, പച്ച മൈലാഞ്ചിയും, എൻ്റെ അമ്മോ ചേട്ടൻ്റെ ഉടുപ്പി പറ്റുമോ, തീർന്ന് ഇന്നത്തെ കാര്യത്തിന് എല്ലാത്തിനും റെഡിയായി കേട്ടോ. അപ്പോൾ പച്ച മൈലാഞ്ചിയും അതുപോലെ തന്നെ നമ്മുടെ ചുമന്ന തുളസിയില നീര് പിഴിയുമ്പോൾ തന്നെ അറിയാലോ ഒരു ചുമന്ന കളറാണ്. അപ്പോൾ അതും കാപ്പിപ്പൊടിയും തേയിലയും എല്ലാം കൂടെ തിളപ്പിച്ച് വറ്റിച്ചതിന് ശേഷം ഇത് മൈലാഞ്ചി അരച്ച് ചുമന്ന തുളസിയിലയും കൂടെ അരച്ചത് നല്ലതുപോലെ എന്നിട്ട് ചെറിയ ഇച്ചിരി വേണമെങ്കിൽ ഒരിച്ചിരി നമ്മൾ ഒരു ശകല നാരങ്ങ നീരോ തൈരോ ഇതിനകത്ത് ചേർക്കാൻ കേട്ടോ. അത് തലയ്ക്കൊക്കെ നല്ല തണുവാണ്, നല്ലൊരു കളർ കിട്ടാൻ, മുടിക്ക് നല്ലൊരു കളർ കിട്ടാൻ നല്ല രസമാണ്. പക്ഷെ എന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ കറുത്ത മുടിയൊന്നും ചുമക്കൂല, വെള്ളമുടി കറുത്തു പോകില്ല, നല്ലൊരു സ്വർണ്ണ കളറായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിക്കുമെന്ന് വിചാരിക്കുന്നു. പരീക്ഷിച്ചിട്ട് എന്തായാലും നിങ്ങൾ എന്നോട് ഇതിൻ്റെ റിസൾട്ട് പറയണം കേട്ടോ. കാരണം ഇത് അത്രയ്ക്കും സൂപ്പറാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. കാരണം ഛേദമില്ലാത്ത ഒരു ഉപകാരമല്ലേ. നിങ്ങളും കൂടി ഒന്ന് ഇതൊക്കെ പരീക്ഷിച്ചിട്ട് വെറുതെ കാശ് കൊടുത്ത് ഡൈ മേടിച്ച് അടിക്കാതെ ഇങ്ങനെയൊക്കെ ഉള്ള കൊച്ചു ടിപ്പുകളൊക്കെ വീട്ടിൽ ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഡൈ ഒക്കെ അടിക്കുമ്പോൾ ഇടുന്ന ഒരു കറുത്ത ഉടുപ്പാണ് കേട്ടോ. ഇതാകുമ്പോൾ തലയെ കൂടെ ഊരുമ്പം അതിനകത്ത് ഇച്ചിരി അഴുക്ക് വെച്ചാൽ അറിയത്തൊന്നും ഇല്ലല്ലോ. ഞാനങ്ങനെ പുറത്തുനിന്ന് ഒറ്റ ഡൈയും മേടിച്ചടിക്കാറില്ല. ഇപ്പോൾ 1 വർഷം കൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളിപ്പം വയസ്സായെന്ന് പറഞ്ഞിട്ട് 10-45 വയസ്സായെന്ന് പറഞ്ഞിട്ട് നമുക്കും ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ, മുടിയൊക്കെ ഒന്ന് ചോപ്പിച്ചുകൊണ്ടൊക്കെ ഇറങ്ങി നടക്കണമെന്ന്. പിന്നെ അത് ചോപ്പിക്കാൻ കടയിൽ പോകണമെങ്കിൽ എത്രമാത്രം രൂപ കൊടുക്കണം അല്ലേ. മൈലാഞ്ചി അല്ലെങ്കിൽ പോലും നമ്മുടെ തലയ്ക്ക് നല്ല നമ്മൾ എന്തിനാണ് എണ്ണ കാച്ചുമ്പോൾ മൈലാഞ്ചി പൊടി ഇട്ട്, ഞാൻ എന്താ പറയുന്നത്, മുരിങ്ങയിലയും വേപ്പലയും മൈലാഞ്ചി ഒക്കെ ഇട്ടാണ് ഞാൻ എണ്ണ കാച്ചി വെച്ചേക്കുന്നത്. അപ്പോൾ നല്ലൊരു എഫക്റ്റാണ് നമ്മുടെ തലയ്ക്ക്, നല്ലൊരു കുളിരാണ്. അതുപോലെ തന്നെ ഇത് കഴുകുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഷാമ്പു ഇട്ട് അവധിയുള്ള ദിവസങ്ങളിൽ ഇത് തേക്കാവൂ. അതുപോലെ 3-4 മണിക്കൂർ തേച്ച് കൊണ്ടിരിക്കണം. അതിനുശേഷം നമ്മൾ ശുദ്ധമായ വെള്ളത്തിൽ മാത്രം അന്നേ ദിവസം കഴുകുക.
അവധിയുള്ള ദിവസം ചെയ്യാമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ. പിറ്റേന്ന് നമ്മൾ ഷാമ്പുവോ നമുക്ക് ഇഷ്ടപ്പെട്ട സോപ്പോ ഒക്കെ ഇട്ട് നല്ല മുടി കഴുകിക്കളയാം. പണ്ടൊക്കെ ഉള്ളവർ എന്തുമായിരുന്നു ചെയ്യുന്നത്? നമുക്ക് പണ്ടൊക്കെ ഷാമ്പു ഉണ്ടായിരുന്നു. അമ്മൂമ്മയുടെ ഒക്കെ കാലത്ത് ഒക്കെ ഷാമ്പു എവിടെ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നേ? ഇല്ല. ഷാമ്പുവിന് വരെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ചെമ്പരത്തി ഇലയൊക്കെ ഞെവിടി കലക്കി നമ്മൾ തലയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കും. പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും കൈ കിട്ടുന്ന വാരസോപ്പ് വരെ എടുത്ത് നമ്മൾ തലയിൽ തേക്കുമായിരുന്നു. കാരസോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല. പനങ്കല പോലത്തെ മുടിയാണ് എൻ്റെ ചേച്ചിക്കൊക്കെ ഉള്ളത്. കാരണം വീട്ടിൽ ആ ഒരു കാരസോപ്പും കുളിക്കുന്ന സോപ്പും ഒക്കെ ഇട്ട് തന്നെയാണ്. പിന്നെ പല കമ്പനിക്കാർ പല ഷാമ്പുകൾ ഇറക്കി. എല്ലാവരും അതിൻ്റെ പുറകെ അങ്ങ് പോയി, ഈ ഞാൻ ഉൾപ്പെടെ കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ചക്ക വേരയിലും കായ്ക്കുമെന്നല്ലേ പറയുന്നത്. അപ്പം ഇതൊന്നും നമ്മൾ കാശ് കൊടുത്ത് മേടിക്കേണ്ട സാധനമല്ല. നമുക്ക് ചൊറിച്ചിലോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യുക കേട്ടോ. ഞാൻ എല്ലാ മുടിയിലും അങ്ങ് തേച്ച് കൊടുക്കുന്ന എന്തിനറിയാമോ? മൊത്തത്തിൽ അങ്ങ് ഇരുന്നോട്ടെന്ന് വിചാരിച്ചു. മൊത്തത്തിൽ നമ്മളുടെ കറുത്ത മുടിയൊന്നും ചുമക്കൂല കേട്ടോ. വെള്ള മുടി എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം അങ്ങ് ചുമന്നോളും. അപ്പം നിങ്ങളും തലേന്ന് ഇതേപോലെയൊക്കെ പോകണ്ടാത്ത ദിവസം കൂട്ടി ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെച്ചിട്ട് ഇങ്ങോട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് എന്നെ പോലെ ഇങ്ങോട്ട് വന്ന് വിയർത്ത് കുളിച്ചിങ്ങോട്ട് വരുമ്പം തലേന്നൊന്ന് ഷാമ്പു ഇട്ട് കഴുകിയേക്കണം കേട്ടോ. അല്ലെങ്കിൽ എണ്ണമയം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്കകത്തോട്ട് ഇതിൻ്റെ കളർ പിടിക്കാൻ വലിയൊരു ബുദ്ധിമുട്ടോ കരയും കേട്ടോ. അപ്പം എല്ലാവരും ഈ കൂട്ടൊന്ന് പരീക്ഷിക്കുമെന്ന് വിചാരിക്കുന്നു. പരീക്ഷിക്കാൻ വേണ്ടിയല്ല, ഇതൊരു നിങ്ങൾ പരീക്ഷിക്കുന്നതിനനുസരിച്ച് സക്സസ് ആവുമെന്ന് 100% ഞാൻ ഉറപ്പ് വരികയാണ് കേട്ടോ. കാരണം ഞാൻ അങ്ങനെ പരീക്ഷിച്ചിട്ട് ഫലമില്ലെങ്കിൽ എൻ്റെ മക്കളുമാരോടൊന്നും ഞാൻ വന്ന് പറയാറില്ല. എനിക്കാരെയും കളിപ്പിക്കുന്ന എനിക്കിഷ്ടമല്ല. കാരണം എനിക്ക് ഇത് കൊള്ളൂല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് തന്നെ പറയും, ഒരാൾ പറഞ്ഞു തന്നാൽ ഇത് കൊള്ളൂല എന്ന് പറയും. പക്ഷെ ഇത് ആരും പറഞ്ഞു തരാത്ത ഒരു കൂട്ടാണ് ചുമന്ന തുളസി ഇലയും കൂടെ ഇതിനകത്ത് അരച്ച് ചേർത്തേക്കുന്നത് കേട്ടോ. അപ്പം അത് ചുമന്ന തുളസി ഇലയുടെ ഇത്തിരി പൊടി എനിക്ക് ഒരാൾ തന്നതാണ്. ഒരു രഹസ്യക്കൂട്ടാണ് കേട്ടോ. ഒന്നും ആരും പറയത്തൊന്നുമില്ല. പക്ഷെ ഞാൻ നിങ്ങളോടങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം അടാറ് സാധനമാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിക്കുക. എൻ്റെ ചേച്ചി കുട്ടിമാരൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ നരയുണ്ടെങ്കിൽ ഇതൊന്നും നമ്മൾ പിന്നെ ഒരു കുറ്റം പറയല്ല. പ്രായമായി വരുമ്പോൾ നമുക്ക് പ്രായമായെന്ന് അറിയിക്കുന്നതാണ് ഓരോരോ നരകൾ നമ്മുടെ തലയിൽ. നിങ്ങൾ തലയിലോട്ടെങ്കിലും നോക്കുമല്ലോ. നിങ്ങളുടെ ശരീരമല്ലേ നിങ്ങൾ ശ്രദ്ധിക്കാതെ ഉള്ളൂ. തലയെ നോക്കുമ്പം തന്നെ നിങ്ങൾക്ക് വാർദ്ധക്യമായി തുടങ്ങിയെന്ന് മനസ്സിലാവുമല്ലോ. അപ്പം അതിന് വേണ്ടുന്ന ഒരു 8ന്റെ പണിയാണ് ദൈവം തമ്പുരാൻ തന്നേക്കുന്ന കേട്ടോ. പ്രായമൊക്കെ ആവാറാകുമ്പം നരകൾ കാണിച്ചു തുടങ്ങുന്നത് കേട്ടോ. അപ്പം എല്ലാവർക്കും ടാറ്റ, ബാബായ്. ചേട്ടൻ്റെ ബ്രഷ് ഞാൻ ഈ പരുവമായിരിക്കുന്നു. ഇനി എത്രയും പെട്ടെന്ന് സോപ്പും വെള്ളം ഒഴിച്ച് കഴുകി ക്ലിയറാക്കി മിണ്ടാതെ ഞാൻ കൊണ്ട് ഇങ്ങനെ വെച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്താൽ മാത്രം പോരാ, സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല. കാശ് കൊടുത്ത് ഡൈ മേടിക്കാതെ ഇത് നിങ്ങൾ പരീക്ഷിച്ചിട്ട് അതിൻ്റെ ഫലം ചേച്ചിയോട് പറയൂ. നല്ല സിൽക്ക് മുടി കിട്ടും കേട്ടോ. സൂപ്പറാണ്, അടാറാണ്. പരീക്ഷിച്ചോളൂ. ടാറ്റ, ബാബായ്.